പ്രൈസ് ലോർഡ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി മത്തായി സുവിശേഷം 15 അധ്യായം 7-8 വാക്യങ്ങൾ. കടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഈ വാക്യത്തിലെ പശ്ചാത്തലം യെശയ്യാവ് 29 അധ്യായം 13 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്നു ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മനുഷ്യകൽപ്പന അത്രേ. അവിടെ യഹൂദ ജനത്തിൻ്റെ മതഭക്തിയെ ആസ്പദമാക്കി പ്രവാചകൻ പറയുന്നത് അവർ ദൈവത്തെ ഉപേക്ഷിച്ച് അവരുടെ ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകി. അങ്ങനെ അവരെ നോക്കി പ്രവാചകൻ പറയുന്ന വാക്കുകളാണിത്. ഈ ഭാഗം പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ വരുമ്പോൾ മത്തായി മർക്കോസും അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതിന് പിന്നിലെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ മത്തായി ഓർമ്മിപ്പിക്കുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച കടഭക്തിക്കാരെ കുറിച്ചാണ്. എന്താണ് കപടഭക്തി? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കപടഭക്തിക്കാർക്ക് അവിടെ വാക്കിലേ ഉള്ളൂ ഭക്തി, എന്നാൽ ജീവിതത്തിലില്ല. അവരെപ്പോഴും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അവരാരെയും ദൈവസന്നിധിയിൽ എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നില്ല. അതിനുദാഹരണമായി മത്തായി സുവിശേഷം 23 അധ്യായം 13 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷമാരുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നുമില്ല. പ്രൈസ് ലോർഡ്. അടുത്തതായി മത്തായി സുവിശേഷം 23 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷമാരും ഉള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇവിടെ കപടഭക്തിക്കാർ പുറമേയുള്ള വിശുദ്ധിക്ക് സ്തോത്രം പ്രാധാന്യം കൊടുക്കുന്നു, അവരുടെ ഹൃദയമോ അശുദ്ധിയുള്ളതാകുന്നു. സ്തോത്രം. അതിനാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സ്തോത്രം. അവരുടെ അകത്തെ അശുദ്ധി കടഭക്തി മൂലം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അടുത്തതായി മത്തായി സുവിശേഷം 23 അധ്യായം 26 വാക്യത്തിൽ പ്രകാരം വേണം: കുരുടനായ പരീക്ഷനെ കിണ്ടികിണ്ണങ്ങളെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവിടെ അകം വെടിപ്പാക്കുക. അതുകൊണ്ട് സ്തോത്രം, ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പുറമേ ഉള്ള വിശുദ്ധിയല്ല. ഹല്ലേലൂയ, ഹൃദയപ്രകാരമുള്ള വിശുദ്ധിയാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദിവസവും ഹല്ലേലൂയ, സ്തോത്രം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാണ് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് റോമർ 12 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.